തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ അനൗൺസ് ചെയ്തു. എല്ലാ പാർട്ടികളും ഇനി അതിനായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും കാര്യങ്ങളിലും ഒക്കെ തന്നെയാണ്. ഇതിനിടയിലാണ് ഈ പാർട്ടി മാറ്റവും മുന്നണി മാറ്റവും സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒരു കാലത്ത് കോൺഗ്രസിനെ നയിച്ചിരുന്ന രണ്ട് വലിയ നേതാക്കൾ, പ്രമുഖ നേതാക്കൾ, അതിൽ ഒന്ന് A.K. ആന്റണി ആയിരുന്നു, മറ്റൊന്ന് K. കരുണാകരനായിരുന്നു. A.K. ആന്റണിയുടെ മകൻ BJP-യിൽ ചേർന്നു. ഒപ്പം കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ BJP-യിൽ അംഗത്വം എടുക്കാൻ പോകുന്നു. അങ്ങനെ രണ്ട് വലിയ കോൺഗ്രസിന്റെ കാരണവരെന്ന് തന്നെ പറയാമല്ലേ K. കരുണാകരനെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കരുണാകരന്റെ മകൾ പത്മജ ഇപ്പോൾ BJP-യിലേക്ക് ചേരാൻ പോവുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ K. മുരളീധരൻ മത്സരിക്കാൻ പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കും കാര്യങ്ങൾക്കൊക്കെ വഴിവെക്കും പാർട്ടിയിൽ, കോൺഗ്രസിൽ. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് തന്നെ BJP-യിൽ ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അംഗത്വം എടുക്കും മുൻപ് തന്നെ ദേശീയ നേതാക്കളുമായിട്ട് ചർച്ചകളുണ്ട്. BJP-യിൽ ചേരുക ദേശീയ ആസ്ഥാനത്ത് വച്ചായിരിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അറിയാൻ കഴിയുന്നു. അനൂപ് ദാസ് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അനൂപ്, ഗുഡ് മോർണിംഗ്. വലിയ അവഗണന, അസ്വാരസ്യങ്ങൾ, ഇതിനൊക്കെ ഒടുവിൽ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകും, BJP-യിൽ ചേരും, ദേശീയ ആസ്ഥാനത്ത് വെച്ച് അംഗത്വം എടുക്കുമെന്നും അറിയാൻ കഴിയുന്നു. അപ്പോൾ എപ്പോഴായിരിക്കും അനൂപ് ഈ ഒരു ചർച്ചകൾ, കാര്യങ്ങൾ ഒക്കെ നടക്കുക? എപ്പോഴാകും ഈ അംഗത്വം സ്വീകരിക്കുന്ന ചടങ്ങുകളൊക്കെ നടക്കുക? ഇന്ന് രാവിലെ തന്നെ BJP-യുടെ ദേശീയ നേതാക്കളുമായി പത്മജ വേണുഗോപാൽ ചർച്ചകൾ നടത്തും. ഇന്നലെയും ചില ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു കൂടിക്കാഴ്ച എന്ന നിലയിൽ മാത്രം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനമായതാണ് അറിയാൻ കഴിയുന്നത്. ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് BJP-യുടെ താമര ചിഹ്നത്തിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. മാത്രവുമല്ല, ഇന്ന് ഒരുപക്ഷെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ പത്മജ BJP-യുടെ ദേശീയ ആസ്ഥാനത്തെത്തി BJP അംഗത്വം സ്വീകരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ സേതു തന്നെ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്തുള്ള നേതാവാണ് K. കരുണാകരൻ. അദ്ദേഹത്തിന്റെ മകൾ BJP-യിലേക്ക് പോകുന്നത് ഒന്ന് BJP-ക്ക് വലിയ നേട്ടമാണ്, രണ്ടാമത്തേത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയുമായിരിക്കും. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, പത്മജ വേണുഗോപാൽ കഴിഞ്ഞ കുറച്ചധികം കാലമായി പാർട്ടി തന്നെ അവഗണിക്കുന്നു എന്ന നിലപാടുള്ളയാളാണ്. ഈ നിലപാടാണ് ഒടുവിൽ BJP ചേരുന്നതിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം.